story of Moses is the story of injustice. നീതിയുടെ ധാരാളം നാൾവഴികൾ ഈ മോശയുടെ ജീവിതത്തിലുടനീളം, അനീതിയുടെ നാൾവഴികൾ മോശയുടെ ജീവിതത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും. The king ordered the killing of the slave boy children. ആ കാലഘട്ടത്തിൽ ചക്രവർത്തി അടിമയിലുണ്ടായിരുന്ന ആൺകുട്ടികളെ കൊല്ലുവാനായിട്ടുള്ള കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. Somehow God used the Egyptian midwives who decided to save these boy children. എന്നാൽ ഈ ആൺകുട്ടികളെ സംരക്ഷിക്കുവാൻ, അവരെ പരിരക്ഷിക്കുവാൻ ദൈവം മിസ്രയീമിലെ സൂതികർമ്മിണികളെ ദൈവം എടുത്ത് ഉപയോഗിക്കുകയാണ്. And when they were called to account, അവരോട് ഈ ഒരു വലിയ ചുമതല ഏൽക്കുവാൻ ദൈവം വിളിക്കുമ്പോൾ they reported falsely that the Hebrew wives give birth quickly. അവിടെ രാജാവ് ഇവരോട് ഇത് ചെയ്യുവാൻ ആവശ്യപ്പെടുമ്പോൾ ഈ രാജസന്നിധിയിൽ വന്ന് ഇവർ കളവ് പറയുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുവാനായിട്ട്. So one of the baby boys born was Moses. അതിൽ ഒരു ആൺകുട്ടിയായിരുന്നു മോശ. He shares the banks of the river Nile with dangerous crocodiles. വളരെ അപകടകാരികളായ ചീങ്കണ്ണികളോടൊപ്പമാണ് മോശ തന്റെ ബാല്യകാലം, അതിന്റെ ആദ്യ സമയം ചിലവഴിക്കുന്നത്. Quickly he was removed from that place. എന്നാൽ വളരെ വേഗം ദൈവം മോശയെ അവിടെ നിന്ന് മാറ്റുകയാണ്. He was taken to a new home. അവൻ ഒരു പുതിയ ഭവനത്തിലേക്ക് ഭവനമുള്ളവനായി അവൻ തീരുകയാണ്. The palace. അത് രാജകൊട്ടാരമാണ്. Moses becomes the royal child. അവിടെ രാജകുമാരനായി തീരുന്ന മോശയെ നമുക്ക് കാണുവാൻ സാധിക്കും. No more crying, no more pain. അവിടെ കരച്ചിലോ വേദനയോ ഇല്ലാത്ത എല്ലാ സൗകര്യങ്ങളോടുമുള്ള ജീവിതം. With him the old has passed. അവന്റെ പഴയകാല ജീവിതം അവസാനിച്ചു. The baby Moses is now welcomed in the king's palace. രാജകൊട്ടാരത്തിലേക്ക് ഈ ആൺകുട്ടിയായിട്ടുള്ള ഈ മോശ സ്വാഗതം ചെയ്യപ്പെടുകയാണ്. On the other hand, Moses' story is a story of being welcomed. അതുകൊണ്ട് ഈ മോശയുടെ കഥയിൽ നാം കാണുന്ന മറ്റൊരു പ്രധാനമായ സംഗതി വിവിധ ഇടങ്ങളിൽ സ്വീകരിക്കപ്പെടുന്നതായ മോശയെക്കുറിച്ച്. In the king's palace, രാജകൊട്ടാരത്തിൽ മോശ സ്വീകരിക്കപ്പെടുന്നു. he had good food, അവൻ അവിടെ നല്ല ഭക്ഷണം ലഭിച്ചു, best education, മികച്ച വിദ്യാഭ്യാസം അവന് ലഭിച്ചു, first class treatment. ഒന്നാം തരം പരിചരണം അവൻ അവിടെ ലഭിക്കുകയാണ്. As we go through this story, ഈ കഥയിലുടനീളം നാം സഞ്ചരിക്കുമ്പോൾ you will come across a lot of contrasts. ധാരാളം വൈരുദ്ധ്യങ്ങൾ നമുക്ക് ഉടനീളം നമുക്ക് കാണുവാൻ കഴിയും. Enjoying the royal treatment, അവിടെ രാജകീയമായിട്ടുള്ള പരിചരണം അവൻ അനുഭവിക്കുമ്പോൾ തന്നെ later Moses realized that all is not well. അപ്പോൾ അവിടെ ഇത് സ്വീകരിക്കുമ്പോൾ തന്നെ ഈ മോശയ്ക്ക് തിരിച്ചറിയുന്നുണ്ട് തന്റെ കാര്യങ്ങൾ എല്ലാം പന്തിയല്ല, ശരിയല്ല എന്ന്. He realized that he was a slave as long as his people are suffering. അവന്റെ ജനം കഷ്ടത അനുഭവിക്കുമ്പോൾ അവൻ എങ്ങനെയാണ് സുഖം അനുഭവിക്കുവാൻ കഴിയുക? അവന്റെ ജനം കഷ്ടത അനുഭവിക്കുന്നിടത്തോളം കാലം താൻ അടിമയാണ് എന്ന ബോധ്യം. He made a choice അവിടെ മോശ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുകയാണ്. to suffer affliction with the people of God than to enjoy pleasures of sin for a short-lived life. പാപത്തിന്റെ ശക്തികൾ വെച്ചു നീട്ടുന്ന അല്പ സന്തോഷങ്ങൾ ഈ അല്പായുസിൽ ചിലവഴിക്കുന്നതിനേക്കാൾ, അനുഭവിക്കുന്നതിനേക്കാൾ ദൈവത്തിന്റെ ജനത്തോടൊപ്പം കഷ്ടത സഹിക്കുന്നതാണ് ഏറ്റവും ഉന്നതമായത് എന്ന് മോശ തിരിച്ചറിയുകയാണ്. He decided to change the situation by violent means. എന്നാൽ ആദ്യ സമയത്ത് മോശ തിരഞ്ഞെടുക്കുന്ന വഴി അക്രമത്തിന്റെ വഴിയാണ്. അക്രമത്തിലൂടെ വിമോചനം സാധ്യമാകുമെന്ന് മോശ ചിന്തിക്കുകയാണ്. He used violent skills to bring about freedom for his own people. തന്റെ ജനത്തിന് സ്വാതന്ത്ര്യം കൊണ്ടുവരുവാൻ ഹിംസാത്മകമായ മാർഗങ്ങൾ മോശ അനുവർത്തിക്കുന്നു. He committed murder. അവൻ അവിടെ ഒരു കൊലപാതകം ചെയ്യുന്നു. He was wanted dead or alive. അവൻ അവിടെ ജീവിതവും മരണവും അവൻ മുൻപിൽ കാണുകയാണ്. He was rejected by his own people. ഈ കൊലപാതകത്തോടുകൂടി തന്റെ സ്വന്തം ജനം പോലും മോശയെ കൈവിടുകയാണ്. In Exodus 2:15 we read, ഉറപ്പാട് പുസ്തകം 2-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, when Pharaoh heard of this, he tried to kill Moses. ഫറവോൻ ഈ കാര്യം കേട്ടാറെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു. But Moses fled from Pharaoh. മോശ ഫറവോന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി and went to live in Midian, where he sat down by the well. മിദ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു. അവനൊരു കിണറ്റിനരികെ ഇരുന്നു. In Exodus 2:14 we read,
പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു. The man said, അതിന് അവൻ, who made you ruler and judge over us? നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയുമാക്കിയത് ആർ? Are you thinking of killing me as you killed the Egyptian? മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. Then Moses was afraid and thought, what I did must have become known. അപ്പോൾ കാര്യം പ്രസിദ്ധമായി പോയല്ലോ എന്ന് മോശ പറഞ്ഞ പേടിച്ചു. He decided to run away from his own people. തന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് തന്നെ ഓടിപ്പോകുവാൻ ശ്രമിക്കുന്നതായ മോശ, To run away from his new home. അവന്റെ പുതിയ ഭവനമായ രാജകൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോകുവാൻ ശ്രമിക്കുന്ന മോശ, He became a restless wanderer and a foreigner. അവൻ സ്വൈര്യം നഷ്ടപ്പെട്ട പരദേശിയായി നാടോടിയായി തീരുന്ന ഒരു മോശയാണ് നാം ഇവിടെ The കാണുന്നത്. situation, another contrast. The situation went back to square one. വീണ്ടും വൈരുദ്ധ്യം വരികയാണ്. അവന്റെ പഴയ ജീവിതാവസ്ഥ വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് വരികയാണ്. ഭവനരഹിതനായി പരദേശിയായി നാടോടിയായി തീരുന്ന മോശ. Moses became homeless again. മോശ വീണ്ടും ഭവനരഹിതനായി തീരുകയാണ്. Away in the foreign land. അവിടെ പരദേശിയായി വിദൂരത്ത് പാർക്കുന്നു. He continued some kind of his violent means of fighting for the oppressed. ആ പരദേശിയായി പാർക്കുന്ന ഇടത്തും അവൻ ചില അക്രമത്തിലൂടെ ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ മോശ ശ്രമിക്കുന്നുണ്ട്. He continued to fight for the segregated people. അവിടെ വേർതിരിക്കപ്പെട്ട വിവേചനം അനുഭവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പോരാടുവാൻ ശ്രമിക്കുന്ന He മോശ, continued to fight for the weak. അവിടെ ഉണ്ടായിരുന്ന ബലഹീനർക്ക് വേണ്ടി പോരാടുന്നതായ മോശ, To fight for the despised. അവിടെ തള്ളപ്പെട്ടതായ ആളുകൾക്ക് വേണ്ടി പോരാടുന്ന മോശ, And at this time are women. അവിടെ ഇപ്രാവശ്യം മോശ പോരാടുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയാണ്. He fought for Jethro's daughters. അവൻ ഇത്രോയുടെ പെൺമക്കൾക്ക് വേണ്ടിയാണ് മോശ ഇപ്പോൾ പോരാടുന്നത്. He allowed these daughters to make water available for his cattle when the strong men had to wait. അവിടെ നാം വായിക്കുന്നത് കന്നുകാലികൾക്ക് വെള്ളം കൊടുക്കുന്നതുമായ തർക്കത്തിൽ മോശ ഇത്രോയുടെ പെൺമക്കളെ സംരക്ഷിക്കുന്ന For ചിത്രം. this kind of service, അവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ he was rewarded. അവന് അവിടെ ഒരു അംഗീകാരം ലഭിക്കുകയാണ്. He got a wife. അവന് ഒരു ജീവിത പങ്കാളി, ഭാര്യയെ അവിടെ ലഭിക്കുന്നു. There is something about Moses and water. നമ്മൾ മോശയുടെ ജീവിതത്തിൽ ഉടനീളം പഠിക്കുമ്പോൾ മോശയും വെള്ളവും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട്. When he was a baby, അവൻ ചെറുപ്രായത്തിൽ കുഞ്ഞായിരുന്നപ്പോൾ he was hidden by the side of the river, നദിയുടെ കരയിലാണ് അവനെ ഒളിപ്പിച്ചു വെച്ചത്. where he first became homeless. അവിടെ വെച്ചാണ് അവൻ ആദ്യം ഭവനരഹിതനായി തീരുന്നത്. Now we find him by the well, ഇപ്പോൾ ഇവിടെ നാം മോശയെ കിണറ്റിനരികിലാണ് കാണുന്നത്. again as a homeless wanderer. കിണറ്റിനരികെ കാണുന്ന മോശയും ഒരു പരദേശിയാണ്, ഒരു നാടോടിയാണ്. God comes to meet with Moses. അവിടെ വെച്ച് വീണ്ടും ദൈവം മോശയെ കണ്ടുമുട്ടുവാൻ ആഗ്രഹിക്കുകയാണ്. We look at his calling. അവിടെ ദൈവം മോശയെ വിളിക്കുകയാണ്. After running away out of Egypt and away from his own people, ഈജിപ്തിൽ നിന്നും തന്റെ സ്വന്തം ജനത്തിൽ നിന്നും ഓടിപ്പോകുന്നതായ മോശ, we now find Moses a shepherd. ഇപ്പോൾ ഇവിടെ നാം കാണുന്നത് ഒരു ഇടയനായ ആടുകളെ മേയ്ക്കുന്നവനായ മോശയെ കുറിച്ച്. Shepherding the sheep of his father-in-law. തന്റെ അമ്മായിയപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന ആളായിട്ട് ഇപ്പോൾ നാം മോശയെ It കാണുന്നു. is here where we see him meeting the angel of God upon the mountain of God. അവിടെ വെച്ച് ദൈവത്തിന്റെ പർവ്വതത്തിൽ വെച്ച് ദൈവം മോശയെ കാണുന്നു, മോശ ദൈവത്തെ കാണുന്ന വലിയ Mount ചിത്രം. Horeb, also known as Mount Sinai. സീനായി പർവ്വതം, ഹോരേ പർവ്വതം എന്ന ഒരേ പേര്, രണ്ട് പേരിൽ അറിയപ്പെടുന്ന പർവ്വതത്തിൽ വെച്ചാണ്. It is here where he saw something like a vision. അവിടെ വലിയൊരു ദർശനമാണ് മോശ കാണുന്നത്. He sees the burning bush, അവിടെ നാം മോശ കാണുന്ന ദർശനം കത്തുന്ന മുൾപടർപ്പാണ്. which was not consumed. അത് കത്തുന്നുണ്ടെങ്കിലും എരിഞ്ഞമരുന്നില്ല. The voice instructed Moses അവിടെ ഒരു വലിയ ശബ്ദം മോശയെ ആകർഷിക്കുകയാണ്. to remove his sandals. നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന വലിയ അദൃശ്യമായ ഒരു ശബ്ദം മോശ Let me കേൾക്കുന്നു. invite you again നിങ്ങളെ വീണ്ടും ഞാൻ ഈ ഒരു സമയത്ത് ക്ഷണിക്കട്ടെ, to join me എന്നോടൊപ്പം as we reflect
on few things here. ഇവിടെ ചില കാര്യങ്ങൾ കാര്യമായി ശ്രദ്ധിക്കുവാൻ പഠിക്കുവാൻ നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കട്ടെ. The first thing is the mountain top of God. ഒന്നാമതായി ദൈവത്തിന്റെ പർവ്വതത്തിന്റെ അഗ്രം കൊടുമുടി എന്നുള്ളതാണ്. The second thing is the flames of fire. രണ്ടാമത്തെ കാര്യം തീജ്വാല അഗ്നിനാളം എന്നുള്ളതാണ്. And the third thing is the custom of the removal of sandals. മൂന്നാമതായി ചെരുപ്പ് അഴിച്ചു വയ്ക്കുന്ന പാദരക്ഷകൾ അഴിച്ചു വയ്ക്കുന്ന ഒരു രീതി എന്നുള്ളത്. Dear friends, in the ancient days, പ്രിയ സുഹൃത്തുക്കളെ, പഴയ കാലത്ത് പുരാതന കാലത്ത് the mountain tops were known to be the dwelling places of the divine. ഈ കൊടുമുടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാസസ്ഥാനമായിട്ടാണ് ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. There at Mount Horeb, അവിടെ ഇപ്പോൾ നാം മൗണ്ട് ഹോറേബ് എന്ന് പറയുന്ന Moses witnessed a miracle. അവിടെ മോശ ഒരു വലിയ അത്ഭുതം കാണുകയാണ്. A fire is also visible in his eyes. അവന്റെ കാഴ്ചയിൽ അഗ്നിജ്വാലകൾ അവനെ കാണുവാൻ കഴിയുന്നു. These flames of fire ഈ തീജ്വാലകൾ symbolize God's presence. അവിടെ ഈ തീജ്വാല പ്രതിനിധാനം ചെയ്യുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്. In Exodus 19:18-20, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം we read, 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു. Mount Sinai was covered with smoke. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. Because the Lord descended on it in fire. യഹോവ തീയിലാണ് ഈ പർവ്വതത്തിൽ ഇറങ്ങിയത്. The smoke bellowed up from it like smoke from a furnace. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. The whole mountain trembled violently. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. And the sound of the trumpet grew louder and louder. കാഹളധ്വനി ദീർഘമായി ഉറച്ചു വന്നു. Then Moses and the voice of God answered him. മോശ സംസാരിച്ചു, ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. The Lord descended to the top of Mount Sinai. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. And called Moses യഹോവ മോശയെ വിളിച്ചു, to the top of the mountain. പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. So the mountain is seen as a dwelling place of God. അതുകൊണ്ട് പർവ്വതത്തിന്റെ ഈ കൊടുമുടി അഗ്രം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാസസ്ഥലമായിട്ട് വേണം നാം മനസ്സിലാക്കുക. Again in the New Testament, വീണ്ടും പുതിയ നിയമത്തിൽ in Acts 2:3 we read, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. They saw what seemed to be tongues of fire അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ that separated and came to rest on each of them. അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. All of them were filled with the Holy Spirit എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. and began to speak in other tongues as the Spirit enabled them. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. The flaming bush was a symbol of the divine presence. അതുകൊണ്ട് കത്തുന്ന മുൾപടർപ്പ് ദൈവത്തിന്റെ ദൈവിക സാന്നിധ്യത്തിന്റെ ഒരു വലിയ പ്രാതിനിധ്യ ഭാവമാണ് കാണിക്കുക. That both revealed and hides God at the same time. ഇവിടെ നാം ദൈവത്തിന്റെ രണ്ട് ഭാവങ്ങൾ ഒരേ സമയം കാണുന്നു. വെളിപ്പെടുന്ന ദൈവവും മറഞ്ഞിരിക്കുന്ന ദൈവവും. Moses could see the burning bush മോശയ്ക്ക് കത്തുന്ന മുൾപടർപ്പ് കാണുവാൻ കഴിയുന്നുണ്ട്. and hear the voice, ശബ്ദം കേൾക്കുവാൻ കഴിയുന്നുണ്ട്. but could not see the one who is speaking. ആരാണ് സംസാരിക്കുന്നത് എന്ന് ഈ മോശയ്ക്ക് മനസ്സിലാക്കുവാൻ കാണുവാൻ കഴിയുന്നില്ല. In part, ഭാഗികമായി the ever burning bush out in the wilderness signals the merciful presence of God. വന്യമായ ഇടത്ത് ഈ കാണുന്ന ഈ കാഴ്ച ദൈവത്തിന്റെ സ്നേഹവായ്പിന്റെ പ്രാതിനിധ്യ ഭാവമാണ് നാം കാണുക. God comes from heaven to the mountain of God to meet with Moses. മോശയെ കാണുവാൻ ദൈവം തന്റെ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇറങ്ങി വരുന്ന വലിയ കാഴ്ച. At the same time, the flames of fire are a sign of God's awesome presence. ദൈവത്തിന്റെ അനിർവചനീയമായിട്ടുള്ള സാന്നിധ്യത്തെയും ഈ അഗ്നിജ്വാലകൾ നമ്മെ വിവരിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. A sign of the powerful holiness of God. അതുകൊണ്ട് ദൈവിക വിശുദ്ധിയുടെ ശക്തിയും ഇത് വിളിച്ചോതുന്നു. The holiness of God that is both dangerous and eye-catching. ഈ
ഈ വിശുദ്ധിയുടെ ശക്തിയിൽ നാം കാണുന്നത് ഇത് അല്പം അപകടകരമായി തോന്നിപ്പിക്കുന്നതും അതോടൊപ്പം നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നതുമായ ഒന്നാണ്. Provokes fear but comforting at the same time. ഒരേ സമയം നമ്മിൽ ഭീതി ജനിപ്പിക്കുകയും നമ്മിൽ ആശ്വാസം കൊണ്ടുവരികയും ചെയ്യുന്ന വലിയ കാഴ്ച. Unusual but encouraging at the same time. വളരെയധികം അസാധാരണമാണ്, അതേസമയം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നതും ശക്തിപ്പെടുത്തുന്നതുമായ കാഴ്ച. When Moses saw this, മോശ ഇതൊക്കെ കാണുമ്പോൾ he became inquisitive. അവൻ വളരെയധികം സംശയാലുവായി തീർന്നു. Let me go nearer. അവൻ കുറച്ചും കൂടി അടുത്ത് പോയി ഞാൻ കാണട്ടെ. But it is also dangerous to go to the fire. എന്നാൽ അതിന് അഗ്നിക്ക് അടുത്തേക്ക് പോകുന്നതും അപകടമാണല്ലോ. The voice instructs Moses to take off the sandals from his feet. ഈ ഇടത്തെ ഉണ്ടായ ശബ്ദത്തിൽ മോശയോട് ചില കാര്യങ്ങൾ പറയുന്നു. നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. This is the gesture which is an ancient practice when entering a holy place. പഴയ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ജീവിത രീതിയാണ് ഇത്. വിശുദ്ധ സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു വെക്കുന്നത്. The space which is considered to be the dwelling place of the divine. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ഇടമായി കരുതുന്ന ഇടങ്ങളിൽ ചെരുപ്പ് അഴിച്ചു വെച്ചിട്ടാണ് ആളുകൾ പ്രവേശിക്കുക. It is a gesture that honors the holiness of the space. അതുകൊണ്ട് ആ വിശുദ്ധമായ ഇടത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെരുപ്പ് അഴിച്ചു വെക്കുന്നത്. This mountain, ഈ പർവ്വതം, this holy God of this mountain, ഈ ദൈവം വസിക്കുന്ന വിശുദ്ധനായ ദൈവം വസിക്കുന്ന ഈ പർവ്വതത്തിൽ, the presence of God on this mountain makes this space holy ground. ദൈവത്തിന്റെ സാന്നിധ്യം ഈ പർവ്വതത്തിന്റെ അഗ്രത്തെ, ഈ കൊടുമുടിയെ വിശുദ്ധ സ്ഥലമായി വേർതിരിക്കുകയാണ്. There on the mountain top, ഈ കൊടുമുടിയിൽ, പർവ്വതത്തിന്റെ കൊടുമുടിയിൽ God manifests his heavenly glory. ദൈവം തന്റെ ദൈവിക മഹത്വത്തെ ഇവിടെ വെളിപ്പെടുത്തുകയാണ്, പ്രകടമാക്കുകയാണ്. This mountain now is invested with the peculiar presence and the dignity of God. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ വലിയ കൃപയും നിറയുന്ന ഇടമായി ഈ ഇടം രൂപാന്തരപ്പെടുകയാണ്. Removing of sandals ഈ അവന്റെ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുന്നത് as a show of reference is a practice still used in other religious groups. ഇന്ന് അനേക മതങ്ങളിൽ അവരുടെ ആദരവിന്റെ ഭാഗമായി ചെരുപ്പ് അഴിച്ചു വെക്കുന്ന ജീവിത രീതി അല്ലെങ്കിൽ രീതി പലരും അനുവർത്തിക്കുന്നുണ്ട് ഇന്നും, including the Maratoma Church. മാർത്തോമ സഭയിലും അപ്രകാരം ചെയ്യുന്നുണ്ടല്ലോ. I am learning ഞാനത് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ശീലിച്ചുകൊണ്ടിരിക്കുന്നു. to remove my sandals. ഞാൻ ഇവിടെ സ്റ്റേജിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ചെരുപ്പ് അഴിച്ചു വെക്കുവാൻ. So in this first instance, ഇതിന്റെ ഈ ഒന്നാമത്തെ ഈ സംഭവത്തിൽ we see God welcoming Moses. ദൈവം മോശയെ തന്റെ ഇടത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. Moses the alien, മോസസിനോട് മോശയോട് ദൈവം ചേരുകയാണ്. the foreigner, അവിടെ ഒരു പരദേശിയായ മോശയെ, the homeless, ഭവനരഹിതനായ മോശയെ, the one who's running away. എപ്പോഴും ഓടിപ്പോകുന്ന മോശയെ He is welcomed in the holy space, the dwelling of God. ദൈവത്തിന്റെ വാസസ്ഥലമായ ഈ വിശുദ്ധ ഇടത്തേക്ക് പരദേശിയായ നാടോടിയായ ഭവനരഹിതനായ മോശയെ ദൈവം സ്വാഗതം ചെയ്യുന്നു. God and Moses are now meeting in the dwelling space of the divine. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ ഇവിടെ ദൈവവും മോശയും തമ്മിൽ കണ്ടുമുട്ടുകയാണ്, കൂടിക്കാഴ്ച നടത്തുകയാണ്. God says to Moses, ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു, welcome in my palace. നീ എന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരിക. You have run away from the palace. നീ കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയവനാണല്ലോ. Come to the heavenly palace. ദൈവത്തിന്റെ കൊട്ടാരത്തിലേക്ക്, ദൈവിക ഭവനത്തിലേക്ക് നീ കടന്നു വരിക. Come to the dwelling of the King of Kings. രാജാക്കന്മാരുടെ രാജാവ് പാർക്കുന്ന ഇടത്തേക്ക് നീ കടന്നു വരിക. Remove your sandals. നീ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക. There's no more running away now. നീ ഇപ്പോൾ ഓടിപ്പോകരുത്. You are now safe in the house of God. ഈ ദൈവത്തിന്റെ ഭവനത്തിൽ നീ സുരക്ഷിതനാണ്. Moses, relax. മോശയോട് ദൈവം പറയുന്നു, നീ സ്വസ്ഥനാകുക, വിശ്രമിക്കുക. I have a serious business to discuss with you. എനിക്ക് നിന്നോട് ഒരു പ്രധാനപ്പെട്ട കാര്യം ചർച്ച ചെയ്യുവാനായിട്ടുണ്ട്. Removing sandals has a second significance. ഈ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുന്നതിന് രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. A gesture in many cultures that is associated
with entering not only a worship space but also a home. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ദേവാലയത്തിലേക്ക് വിശുദ്ധ ഇടത്തേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമല്ല നാം ചെരുപ്പഴിക്കുക, ചിലയിടങ്ങളിൽ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും ചെരുപ്പ് അഴിച്ചു വെക്കാറുണ്ട്. There at the mountain of God, ഈ ദൈവത്തിന്റെ ഭവനത്തിൽ കൊടുമുടിയിൽ Moses, the rejected, alien and the homeless, ഇവിടെ പരദേശിയായി എല്ലാവരാലും തള്ളപ്പെട്ട ഭവനമില്ലാത്ത മോശ has at last found a true home. ഒരു യഥാർത്ഥ ഭവനം മോശ ഇവിടെ കണ്ടെത്തുകയാണ്. Moses finds his true home not with humans but with God. മോശ തന്റെ യഥാർത്ഥ ഭവനം കണ്ടെത്തുന്നത് മനുഷ്യരോടൊപ്പമല്ല, ദൈവത്തോടൊപ്പമാണ്. The God of his ancestors. അവന്റെ പൂർവികരുടെ ദൈവത്തോടൊപ്പം. In Exodus 3:6 we read, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, then he said, അവൻ ഇപ്രകാരം പറയുന്നു, I am the God of your father, the God of Abraham, the God of Isaac, the God of Jacob. At this Moses hid the face. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ. Because he was afraid to look at God. അവിടെ മോശ ദൈവത്തെ കാണുവാൻ ശ്രമിക്കാതെ തന്നെ മുഖം മൂടുന്നു. Something very important here. ഇത് ഇവിടെ പ്രധാനമായ ഒരു കാര്യം നാം മനസ്സിലാക്കണം. The revelation of God caused Moses to worship God. ഇവിടെ ദൈവത്തിന്റെ വെളിപ്പാട് മോശയെ നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. Now comes a big challenge. ഇവിടെ മോശയുടെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളി വരുന്നു. God calls Moses to go back to Egypt. മോശയോട് ദൈവം പറയുന്നത്, നീ മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുക. To go back to Pharaoh. ഫറവോന്റെ അടുക്കിലേക്ക് നീ മടങ്ങി ചെല്ലുക. The one who wants him dead or alive. നിന്നെ കൊല്ലുവാനായിട്ട് ശ്രമിച്ച ആ ഫറവോന്റെ അടുക്കിലേക്ക് നീ He മടങ്ങി wants ചെല്ലുക. him to go there as a leader. ഇപ്പോൾ നീ മടങ്ങി പോകേണ്ടത് ഒരു നേതാവായിട്ടാണ്. Who will lead the children of Israel out of Egypt. ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു നേതാവായി നീ മടങ്ങി ചെല്ലുക. This talk between Moses and God ദൈവവും മോശയും തമ്മിലുള്ള ഈ സംഭാഷണം aimed at furnishing Moses with confidence of divine assistance. ദൈവത്തിന്റെ ശക്തമായ സാന്നിധ്യത്താൽ മോശയെ ദൈവം അവിടെ നിറയ്ക്കുകയാണ് ഈ ദൗത്യ നിർവഹണത്തിൽ. In the end, God have promised Moses that I will walk with you. ഏറ്റവും അവസാനമായി മോശയെ പറഞ്ഞയക്കുമ്പോൾ മോശയോട് ദൈവം പറയുന്നുണ്ട്, ഞാൻ നിന്നോടൊപ്പം നിന്റെ സന്തത സഹചാരിയായി നിന്നോടൊപ്പം യാത്ര ചെയ്യും. Now, after talking about the sending to Egypt, ഈ ഈജിപ്തിലേക്ക് മിസ്രൈമിലേക്ക് മോശയെ അയക്കുന്ന ഈ സംഭാഷണത്തിനിടയിൽ God tells Moses why I want you to go to Egypt. മോശയോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ എന്തിനാണ് നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കുന്നത്. He speaks with Moses about the condition of his people in Egypt. അപ്പോൾ ദൈവം മോശയോട് തന്റെ ജനത്തിന്റെ യഥാർത്ഥ അവസ്ഥ അവിടെ ദൈവം മോശയോട് വിവരിക്കുന്നുണ്ട്. God reminds Moses ദൈവം മോശയെ ഓർപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. that he is a God who sympathizes with the condition of the people. ദൈവത്തിന്റെ ജനത്തിന്റെ കഷ്ടതയുടെ മധ്യത്തിൽ അവരോട് മനസ്സലിയുന്നവനായ ഒരു ദൈവം. He said that which caused you to run away, ഇതാണ് നിന്നെ ഇവിടെ നിന്ന് ഓടിപ്പോകുവാൻ നിന്നെ പ്രേരിപ്പിച്ചത്. the concern to liberate people who are suffering. നിന്റെ ജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്നെ അനുഭവിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് മടങ്ങി പോകുക. It is still bothering me today. ഇപ്പോഴും അത് എന്നെ വല്ലാതെ ശല്യപ്പെടുത്തുന്നുണ്ട്. He said to Moses, അവൻ മോശയോട് പറയുന്നു, I have seen the afflictions of the people. എന്റെ ജനത്തിന്റെ ക്ലേശം ദുരിതം ഞാൻ കണ്ടു കഴിഞ്ഞു. I have heard their cries. ഞാൻ അവരുടെ നിലവിളി കേട്ടിരിക്കുന്നു. I know their sorrows. ഞാൻ അവരുടെ ദുഃഖം I കണ്ടിരിക്കുന്നു. have come down ഞാൻ ഇവിടെ താഴേക്ക് ഇറങ്ങി വരികയാണ് to rescue them അവരെ വിടുവിക്കുവാൻ, and to രക്ഷിക്കുവാൻ, bring them out of Egypt. അവരെ മിസ്രൈമിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഞാൻ താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. We serve a God who watches over us. നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്ന കാണുന്നവനായ ഒരു ദൈവത്തെയാണ് നാം ഇവിടെ കാണുക. A God who does not lose sight. തന്റെ ഒരു കാഴ്ച നഷ്ടപ്പെട്ട ഒരു ദൈവത്തെയല്ല നാം ഇവിടെ കാണുന്നവനായ ദൈവം. The omniscient God. ത്രികാലജ്ഞാനിയായ ദൈവം. The one to whom nothing is hidden.
അവന്റെ മുൻപിൽ ഒന്നും മറഞ്ഞിരിക്കുവാൻ കഴിയാത്തവനായ ദൈവം. We serve the omnipresent God. ഇവിടെ നാം കാണുന്നത് സർവ എല്ലായിടത്തും ഉള്ള ഒരു ദൈവത്തെയാണ്. The one who cannot be vacuumed from any space. ഒരിടത്തു നിന്നും മാറിപ്പോകുവാൻ കഴിയാത്ത, എപ്പോഴും നമ്മുടെ മധ്യത്തിൽ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ദൈവം.